2019 മാർച്ചിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 16ാമത്തെ ചോദ്യം, ചൂസ് ദ കറക്റ്റ് ആൻസർ. ഇന്റഗ്രൽ 0 to 1 x minus 1 dx. So which is equal to integral 0 to 1 x dx minus integral 0 to 1 dx. അങ്ങനെ x minus 1നെ രണ്ടെണ്ണമായി സ്പ്ലിറ്റ് ചെയ്തു. വിച്ച് ഈസ് ഈക്വൽ ടു എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് x²/2 ലിമിറ്റ് 0 to 1 മൈനസ് ഇന്റഗ്രൽ 1നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x ആണ് ലിമിറ്റ് 0 to 1 വിച്ച് ഈസ് ഈക്വൽ ടു. ഇനി ചെയ്യാനുള്ളത് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യലാണ്. സോ ഇവിടെ 2 ഡിനോമിനേറ്ററിലുള്ള 2 കോൺസ്റ്റന്റ് ആണ്. 1/2നെ വെളിയിലെടുത്തു. ഇനി എക്സ് ഉള്ളിടത്താണ് അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പൊ എന്തായി മാറും? 1² മൈനസ് 0² മൈനസ് ഇവിടെ എക്സിന് ലിമിറ്റ് അപ്ലൈ ചെയ്യുക. എക്സിന് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 1 അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് 0 വിച്ച് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 1 മൈനസ് 0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ്. മൈനസ് 1 മൈനസ് 0 ഈ ബ്രാക്കറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1 ആണ്. അപ്പൊ ഹാഫ് ഇൻറ്റു 1 എന്താ ആൻസർ? ഹാഫ് മൈനസ് 1 അരയിൽ നിന്ന് 1 പോയി കഴിഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 1/2. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. 16ലെ ബി ക്വസ്റ്റ്യൻ, the cost of manufacturing X items is given by C of X equal to 20X plus 500 by X plus 12. Determine the minimum cost. ഇപ്പൊ മിനിമം കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ എന്ത് ചെയ്യേണ്ടി വരും? ആദ്യം ഫസ്റ്റ് ഡെറിവേറ്റീവും സെക്കൻഡ് ഡെറിവേറ്റീവും കാൽക്കുലേറ്റ് ചെയ്യണം. സോ പ്രൊസീജിയർ ഇങ്ങനെയാണ്. തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നോക്കൂ, ഇതിനെ 20x പ്ലസ് 500 ഇൻറ്റു എക്സ് റേസ് ടു -1 പ്ലസ് 12 ആക്കി എഴുതി. അതായത് ഡിനോമിനേറ്ററിലാണ് എക്സ്. എക്സിന്റെ പവർ ഇവിടെ എത്രയാണ്? 1 ആണ്. അപ്പൊ 1/x റേസ് ടു 1ന് നമുക്ക് എക്സ് റേസ് ടു -1 എന്ന് എഴുതാൻ വേണ്ടി സാധിക്കും. 1/x റേസ് ടു 100 ആണെങ്കിൽ എങ്ങനെ എഴുതാം? എക്സ് റേസ് ടു -100 ആണെന്ന് എഴുതാം. 1/x റേസ് ടു a ആണെങ്കിൽ എങ്ങനെ എഴുതാം? എക്സ് റേസ് ടു -a എന്ന് എഴുതാം. ഈ ഫോർമുലയാണ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്തത്. ഇനി വേണ്ടത് സി ഓഫ് എക്സിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. അപ്പൊ എങ്ങനെ എഴുതാം? സി ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു d/dx ഓഫ് 20x പ്ലസ് 500 ഇൻറ്റു എക്സ് റേസ് ടു -1 പ്ലസ് 12. തന്നിരിക്കുന്ന ഫംഗ്ഷന് അതുപോലെ എഴുതിയിട്ടു. അപ്പൊ d/dx ഓഫ് 20x ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് d/dxനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണു. d/dx ഓഫ് 500 ഇൻറ്റു എക്സ് റേസ് ടു -1 പ്ലസ് d/dx ഓഫ് 12. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 20 വെളിയിൽ വന്നു. പിന്നെ ആരുണ്ട് അവിടെ? d/dxഉം എക്സും ഉണ്ട്. 20നെ വെളിയിലെടുത്തു. d/dx ഓഫ് എക്സ്. ഇപ്പൊ എക്സിന്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ എന്താ ആൻസർ? 1 പ്ലസ് 500 കോൺസ്റ്റന്റ് വെളിയിലെടുത്തു. d/dx ഓഫ് എക്സ് റേസ് ടു -1. എക്സ് റേസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് d/dx ഓഫ് എക്സ് റേസ് ടു n ഈക്വൽ ടു n ഇൻറ്റു എക്സ് റേസ് ടു n-1. എക്സിന്റെ പവർ ഇവിടെ എന്താണ്? -1 ആണ്. സോ -1 ഇൻറ്റു എക്സ് റേസ് ടു -1 - 1 വിച്ച് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് എക്സ് റേസ് ടു -2. രണ്ടും ഒരേ സൈൻ ആണ്. അപ്പൊ കൂട്ടുക, നെഗറ്റീവ് സിമ്പൽ ഇടുക. അപ്പൊ എക്സ് റേസ് ടു -1ന്റെ ഡെറിവേറ്റീവ് എന്ത് കിട്ടും നമുക്ക്? മൈനസ് എക്സ് റേസ് ടു -2 ആണ്. പ്ലസ് d/dx ഓഫ് കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് 0 വിച്ച് ഈസ് ഈക്വൽ ടു 20 മൈനസ് ഈ നെഗറ്റീവിനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നു. 500 ഇൻറ്റു എക്സ് റേസ് ടു -2 വിച്ച് ഈസ് ഈക്വൽ ടു 20 minus 500 by x square.
ഡിനോമിനേറ്ററിലുള്ള എക്സ് റൈസ് ടു വണ്ണിനെ ഇവിടെ എക്സ് റൈസ് ടു മൈനസ് വൺ ആക്കി എഴുതാം എന്നുണ്ടെങ്കിൽ ഇവിടെ എക്സ് റൈസ് ടു മൈനസ് ടു ഉള്ളതിനെ എന്താക്കി മാറ്റാം? 1/x² ആക്കി മാറ്റാം. ഫസ്റ്റ് ഡെറിവേറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി വേണ്ടത് സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. c ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു, ഇത് ഫസ്റ്റ് ഡെറിവേറ്റീവ്. സെക്കൻഡ് ഡെറിവേറ്റീവ് c ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു d/dx ഓഫ് 20 മൈനസ് 500 എക്സ് റൈസ് ടു -2. ഈ ഫസ്റ്റ് ഡെറിവേറ്റീവിനെ നമ്മൾ വീണ്ടും ഡെറിവേറ്റീവ് ചെയ്യണു. d/dx ഓഫ് 20ന്റെ ഡെറിവേറ്റീവ്, കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ 0 വരുള്ളൂ. മൈനസ് 500 കോൺസ്റ്റന്റ് ആണ്, വെളിയിലെടുത്തു. പിന്നെ ആരുണ്ട് അവിടെ? d/dx ഓഫ് എക്സ് റൈസ് ടു -2 ഉണ്ട്. എക്സ് റൈസ് ടു -2നെ ഡി ഫോർമുലയിൽ ഞാൻ അപ്ലൈ ചെയ്യണു. നോക്കൂ, എന്നിന്റെ പ്ലേസിൽ ഇവിടെ ആരാണ്? -2 ആണ്. d/dx ഓഫ് എക്സ് റൈസ് ടു -2 ഈക്വൽ ടു എന്നിന്റെ പ്ലേസിൽ -2. അപ്പൊ -2 ഇൻറ്റു എക്സ് റൈസ് ടു -2 മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു -2 ഇൻറ്റു എക്സ് റൈസ് ടു -2 മൈനസ് 1. അപ്പൊ എന്ത് വരും? -3. രണ്ടും കൂടെ കൂട്ടുക, ഒരേ ചിഹ്നം ഇടുക. ഇതിന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -2 ഡിവൈഡഡ് ബൈ എക്സ് റൈസ് ടു 3 എന്ന് എഴുതാം. എങ്ങനെ എഴുതാം? നേരത്തെ ഇവിടെയും ഇങ്ങേ ഭാഗത്തും ഇതും ചെയ്ത പ്രൊസീജിയർ എന്താണോ അതുപോലെ എക്സിന്റെ പവർ നെഗറ്റീവിലാണെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കും? ഡിനോമിനേറ്ററിലാക്കാം. അപ്പൊ 500 ഇൻറ്റു d/dx ഓഫ് എക്സ് റൈസ് ടു -2. എക്സ് റൈസ് ടു -2ന്റെ ഡെറിവേറ്റീവ് എന്താണ്? -2 ഡിവൈഡഡ് ബൈ x³ ആണ് ഡെറിവേറ്റീവ്. So which is equal to 500 into 2 എന്തായി? 1000 ആയി. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് ആണ്, ബൈ x³. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് ഡെറിവേറ്റീവും കിട്ടി, സെക്കൻഡ് ഡെറിവേറ്റീവും കിട്ടി. ഇനി ചെയ്യാനുള്ളത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ആണ് എന്ന് പറഞ്ഞ് എടുത്തതിന് ശേഷം എക്സിന്റെ വാല്യൂസ് കണ്ടുപിടിക്കണം. അപ്പൊ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താ കിട്ടിയത്? 20 മൈനസ് 500 എക്സ് റൈസ് ടു -2 ആണ് കിട്ടി. അതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഈ കിട്ടിയത് ഈക്വൽ ടു 0 ആണെന്ന് പറഞ്ഞിട്ട് ഇക്വേറ്റ് ചെയ്യണം. ഫസ്റ്റ് ഡെറിവേറ്റീവ് c ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇംപ്ലൈസ് ഏത് ഈക്വൽ ടു 0 ആണ്? 20 മൈനസ് 500 ബൈ x² ഈക്വൽ ടു ആണ് 0. ഇതിൽ നിന്ന് 20x² മൈനസ് 500 ഹോൾ ഡിവൈഡഡ് ബൈ x² ഈക്വൽ ടു ആണ് 0. LC എടുത്തു ഞാന്. ഇനി 20x² മൈനസ് 500 ഈക്വൽ ഈ x² 0ന്റെ കൂടെ കൊണ്ടുവരുമ്പോ 0 ഇൻറ്റു x² 0 ആയി മാറി. ഇനി 20x² ഈക്വൽ ടു ആണ് 500. x² ഈക്വൽ ടു 500 ബൈ 20. x² ഈക്വൽ ടു 50/2 ആയി. 50/2 പറഞ്ഞാൽ 50നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 25. x² ഈക്വൽ ടു 25 ആണെങ്കിൽ x ഈക്വൽ ടു √25 ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് 25 പറഞ്ഞാൽ ഒന്നുകിൽ +5 ആവാം അല്ലെങ്കിൽ -5 ആവാം. അപ്പൊ എക്സിന് 2 വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ സെക്കൻഡ് ഡെറിവേറ്റീവ് c ഡബിൾ ഡാഷ് ഓഫ് എക്സില് എക്സ് ഉള്ള പ്ലേസിൽ എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ c ഡബിൾ ഡാഷ് ഓഫ് +5 ഈക്വൽ ടു 1000 ഡിവൈഡഡ് ബൈ x³ അല്ലേ? അപ്പൊ 5ന്റെ ക്യൂബ്. അപ്പൊ എന്തായാലും ഇതൊരു പോസിറ്റീവ് വാല്യൂ തന്നെ ആയിരിക്കും. 1000നെ 5ന്റെ ക്യൂബ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതും പോസിറ്റീവ് ആണ്, താഴെയുള്ളതും പോസിറ്റീവ് ആണ്. അപ്പൊ പോസിറ്റീവ് തന്നെ ആയിരിക്കും. ഇനി c ഡബിൾ ഡാഷ് ഓഫ് -5 എക്സിന്റെ വാല്യൂ -5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1000 ഡിവൈഡഡ് ബൈ -5ന്റെ ക്യൂബ് ആണ്. അപ്പൊ ഇതെന്തായിരിക്കും? ലെസ് ദാൻ 0 ആയിരിക്കും. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മിനിമം ആണ്. മിനിമം ആണെങ്കിൽ നമ്മുടെ തിയറിയിൽ പറയുന്നത് സെക്കൻഡ് ഡെറിവേറ്റീവിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഏത് പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണോ നമുക്ക് 0നേക്കാളും വലിയ വാല്യൂ, അതായത് പോസിറ്റീവ് വാല്യൂ കിട്ടുന്നത്,
ആ പോയിന്റിലായിരിക്കും മിനിമം. ആ ഒരു കണ്ടീഷൻ നോക്കുന്നുവെങ്കിൽ 5 എന്നുള്ള പോയിന്റിലാണ് എന്ത് ഫംഗ്ഷൻ മിനിമം ആയി കിട്ടുക. ഇത്രയും ആയി കഴിഞ്ഞാല് ഇനി ചെയ്യാനുള്ളത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടുപിടിച്ച മിനിമം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണു. അപ്പൊ C of 5 equal to 20 into 5 plus 500 divided by 5 plus 12. X ഉള്ള പ്ലേസിൽ എക്സിന്റെ വാല്യൂ 5 ആണെന്ന് കിട്ടി. ആ 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. വിച്ച് ഈസ് ഈക്വൽ ടു 100 പ്ലസ് 5 500 എത്ര ടൈംസ് പോകും? 100 ടൈംസ് പ്ലസ് 12. ഇനി 100 പ്ലസ് 100 പ്ലസ് 12 വിച്ച് ഈസ് ഈക്വൽ ടു 212 ആണ്. ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. Question number 17. The probability distribution of a random variable is f of x equal to e raised to negative 2, 2 raised to x by x factorial, x equal to 0, 1, 2, 3, etc. The variance of the distribution is. തന്നിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. പോസോൺ ഡിസ്ട്രിബ്യൂഷന്റെ പ്രത്യേകത മീൻ വേരിയൻസും ഈക്വൽ ആണ്. ഓക്കെ, അപ്പൊ നോക്കൂ, പോസോൺ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഡയാണ്, വേരിയൻസ് ലാംഡയാണ്. പോസോൺ ഡിസ്ട്രിബ്യൂഷന്റെ PDF f of x equal to e raised to minus lambda, lambda raised to x by x factorial, x equal to 0, 1, 2, 3, etc. infinity. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ f of x എന്ന് വെച്ചാല് e raised to negative 2, 2 raised to x by x factorial ആണ്. ലാംഡയുടെ പ്ലേസിൽ വന്നിരിക്കുന്നത് 2 ആണ്. അതുകൊണ്ട് 2 ആണ് എന്ത് വേരിയൻസ്. 17B question. 10% of the items produced by a machine are likely to be defective. 5 items are selected at random. Find the probability that first question 3 items are defective. Second question at least one is defective. നോക്കൂ, ഈ ഡിഫക്റ്റീവ് വരുന്ന പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ബൈനോമിയൽ ആണ് എന്ന് വിചാരിച്ചിട്ട് ചെയ്യുക. റയർ ആയിട്ടുള്ള ഈവൻസ് വരുമ്പോഴേ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുള്ളൂ. ഇനി ഇപ്പൊ ബൈനോമിയലിലെ എഫ് ഓഫ് എക്സ് എഴുതി കൊടുക്കുന്നു. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് എക്സ് ഈക്വൽ ടു 0, 1, 2, 3 എക്സെട്ര അപ് ടു എൻ. ഇനി നോക്കാനുള്ളത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ പെർസെന്റേജ് ഉണ്ടെങ്കിൽ ആ പെർസെന്റേജ് ആയിരിക്കും പി വാല്യൂ. സോ പി ഈക്വൽ ടു 10%. 10/100 എന്ന് പറഞ്ഞാല് 0.1 ആണ്. ഇനി അതിൽ നിന്ന് എത്ര ഐറ്റംസ് ആണ് സെലക്ട് ചെയ്തത്? n ഈക്വൽ ടു 5 ഐറ്റംസ് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് വൺ ചെയ്യാനുള്ളത് 3 എണ്ണം ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബബിലിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്നും കിട്ടി, പിയും കിട്ടി. ഇനി വേണ്ടത് എന്താണ്? ക്യൂ ആണ്. ക്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല 1 മൈനസ് പി വിച്ച് ഈസ് ഈക്വൽ ടു 1 മൈനസ് 0.1 വിച്ച് ഈസ് ഈക്വൽ ടു 0.9. ചെയ്തു നോക്കുക നിങ്ങൾ. ഇത്രയും കാര്യങ്ങളായി കഴിഞ്ഞാൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എഫ് ഓഫ് എക്സ് എഴുതണു. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൻ എന്ന് വെച്ചാല് 5cx പി പി പറഞ്ഞാല് 0.1 റേസ് ടു എക്സ് ക്യൂ 0.9 റേസ് ടു 5 മൈനസ് എക്സ്. എപ്പോഴും എഫ് ഓഫ് എക്സ് എഴുതി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എക്സിന്റെ റേഞ്ച് എഴുതണം. 0, 1, 2, 3 എക്സെട്ര അപ് ടു എൻ ആണ്. ഇവിടെ എൻ റേഞ്ച് ചെയ്യുന്നത് 5 വരെയാണ്. അതുകൊണ്ട് 5 എന്ന് എഴുതി കൊടുത്തു. ഇനി ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ 3 എണ്ണം ഡിഫക്റ്റീവ് ആണ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ കിട്ടിയ എൻ പി ക്യൂ ഈ എഫ് ഓഫ് എക്സിൽ ഉള്ള പ്ലേസിൽ 3 ആണെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എഫ് ഓഫ് 3 ഈക്വൽ ടു 5c3 എക്സിന്റെ പ്ലേസിൽ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പി റേസ് ടു 0.1 റേസ് ടു 3 ക്യൂവിന്റെ വാല്യൂ 0.9 റേസ് ടു 5 മൈനസ് 3 5c3 5 factorial divided by 3 factorial into 5 minus 3 factorial which is equal to 5 factorial divided by 3 factorial into 5 minus 3 പറഞ്ഞാൽ 2 factorial. ഇനി 5 factorial എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 into 2 into 3 into 4 into 5 വരെയുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. 3 factorial എന്ന് പറഞ്ഞാലോ 1 into 2 into
3. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരേ നമ്പേഴ്സ് ഉണ്ട്. ദെൻ ഇനിയുള്ളത് 2 ഫാക്ടോറിയൽ ആണ്. 2 ഫാക്ടോറിയൽ പറഞ്ഞാൽ 1 into 2 2 10s. 5z3യുടെ വാല്യൂ 10 ആണ്. ഇൻറ്റു 0.1 ഹോൾ ക്യൂബ് ഇൻറ്റു 0.9 റേസ് ടു 5 - 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. ഇത് നിങ്ങൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യുക. 0.0081 ആണെന്ന് ആൻസർ വരും. സെക്കൻഡ് വൺ അറ്റ്ലീസ്റ്റ് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് നൺ ആണ് ഫോർമുല. നൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ എത്രയായിരിക്കും? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു 1 മൈനസ് എക്സിന്റെ വാല്യൂ 0 ആണെങ്കിൽ തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സിൽ നമുക്ക് കിട്ടിയ എഫ് ഓഫ് എക്സിൽ എക്സിന്റെ പ്ലേസിൽ എന്ത് ചെയ്യുക? 0 ഇട്ട് കൊടുക്കാം. 5z0 0.1 റേസ് ടു എക്സിന്റെ പ്ലേസിൽ 0 0.9 റേസ് ടു 5 മൈനസ് 0. Then which is equal to 1 minus 5z0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ 1 into any power raised to 0 1 ആണ്. ഏതൊരു നമ്പറിന്റെ മേലെയും പവർ 0 ആണെങ്കിൽ 1 ആണ്. ഇൻറ്റു 0.9 raised to 5 which is equal to 1 minus 0.9 5 times മൾട്ടിപ്ലൈ ചെയ്യുക. ആ കിട്ടുന്ന വാല്യൂ ഇവിടെ എഴുതി കൊടുത്തിട്ട് 1ൽ നിന്ന് മൈനസ് ചെയ്യുക. 0.4091 എന്ന് കിട്ടും. If x is a random variable following normal distribution with a mean mu and variance sigma square, then the distribution of x minus mu by sigma the whole square is chi-square with 1 degrees of freedom ആണ് കറക്റ്റ് ആൻസർ. എക്സ് എന്നുള്ള റാൻഡം വേരിയബിള് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ എന്നുള്ള ട്രാൻസ്ഫോർമേഷൻ സ്റ്റാൻഡേർഡ് നോർമൽ ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി പറയുന്നത് ഈ സ്റ്റാൻഡേർഡ് നോർമലിന്റെ സ്ക്വയർ കൈ സ്ക്വയർ ആയിരിക്കും ഫോളോ ചെയ്യുക. അതായത് എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ദ ഹോൾ സ്ക്വയർ ഈ തന്നിരിക്കുന്നത് ഫോളോ ചെയ്യുന്നത് കൈ സ്ക്വയർ വിത്ത് 1 degrees ഓഫ് ഫ്രീഡം. ഇതിൽ ഒരു പോയിന്റും കൂടെ പറയുന്നു. എക്സ് ഒരു വേരിയബിൾ ആയതുകൊണ്ടാണ് കൈ സ്ക്വയർ വിത്ത് 1 degrees ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. നോക്കൂ, ലാസ്റ്റ് സ്റ്റെപ്പിൽ എഴുതിയിരിക്കുന്നത് x1 മൈനസ് മ്യൂ ബൈ സിഗ്മ ദ ഹോൾ സ്ക്വയർ, x2 മൈനസ് മ്യൂ ബൈ സിഗ്മ ദ ഹോൾ സ്ക്വയർ എക്സെട്ര n വേരിയബിൾസ് ഉണ്ടെങ്കിൽ അത് കൈ സ്ക്വയർ വിത്ത് n degrees ഓഫ് ഫ്രീഡം ആയിരിക്കും ഫോളോ ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ ഇത്തവണ ഫോക്കസ് പോയിന്റിൽ ഇല്ലാത്ത ഭാഗമാണ്. അടുത്ത ചോദ്യം, എ പോപ്പുലേഷൻ കൺസിസ്റ്റ് ഓഫ് വാല്യൂസ് 8, 9, 13, 15 and 16. Write all possible samples of size 2 under simultaneous sampling without replacement and find the mean of samples. അപ്പോൾ നോക്കൂ, 8, 9, 13, 15 and 16 5 എണ്ണം ഉണ്ട്. ഈ എണ്ണത്തിൽ നിന്ന് 2 സാമ്പിൾസ് വെച്ചാണ് സെലക്ട്. സോ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിതൗട്ട് റീപ്ലേസ്മെന്റ് ആണെങ്കിൽ NCN സാമ്പിൾസുകൾ എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ 5Z2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? വാല്യൂ 10 ആണ്. സാമ്പിൾസ് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ എഴുതി 10 സാമ്പിൾസ്. ഫസ്റ്റ് സാമ്പിള് 8, 9, 8, 13, 8, 15, 8, 16, 9, 13, 9, 15, 9, 16, 13, 15, 13, 16, 15, 16. NCN കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 10 ഒബ്സർവേഷൻസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. 10 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി വേണ്ടത് സാമ്പിൾ മീൻസ് എന്ന് പറഞ്ഞിട്ടൊരു കോളമാണ് വേണ്ടത്. അപ്പോൾ ഓരോ സാമ്പിളിൻ്റെയും മീന് കണ്ടുപിടിക്കണം. ആദ്യത്തേത് 8 + 9 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു 8.5. നെക്സ്റ്റ് വൺ 8 + 13 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു 10.5. 2 ഒബ്സർവേഷനും കൂടെ കൂട്ടുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു.
ഇതുപോലെ ഈ എല്ലാ വാല്യൂസിൻ്റെയും ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുശേഷം സാമ്പിൾ മീൻ ഈ കോളം ടോട്ടൽ ചെയ്യണം. അപ്പോൾ ഇതാണ് ആ കാണുന്ന ടേബിള്. നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക. 2 സാമ്പിൾ ആവുമ്പോൾ നമ്മൾ ഇവിടെ 2 ഒബ്സർവേഷൻ ആണ്. മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പൊ 2 കൊണ്ടാണ് അങ്ങനെ ഡിവൈഡ് ചെയ്ത് വന്നത്. ഈ കോളത്തിന്റെ ടോട്ടൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 122 ആണ് ആൻസർ വരിക. ഇനി സാമ്പിൾ മീൻ കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതായത് ഈ ടോട്ടൽ, ഈ കിട്ടിയ കോളത്തിന്റെ ടോട്ടല്. അപ്പൊ 122 എത്ര എണ്ണത്തിന്റെ ടോട്ടലാണ് ഈ 122 വരുന്നത്? 10 എണ്ണത്തിന്റെയാണ്. അപ്പൊ ഡിവൈഡഡ് ബൈ 10 വിച്ച് ഈസ് ഈക്വൽ ടു 12.2 ആണ് ആൻസർ വരിക. ചെയ്ത് നോക്കുക നിങ്ങൾ. If you like the video, please subscribe and press the bell icon.